വണ്ടൂർക്കാർക്ക് ഒരു സായാഹ്നം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണത്. ഇപ്പോഴത്തെ ഇതിൽ ജീപ്പൊക്കെ പോക്കുണ്ടോ? മുന്നിക്ക് നോക്കുമ്പോൾ ഒരു ഫോറസ്റ്റ് വൈബ് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. കോട ഉണ്ട് കേട്ടോ, കണ്ടാ അതിലൊക്കെ കോടയുണ്ട്. വണ്ടൂർ ടൗണാണ് ആ കാണുന്നത്, അതിലൊക്കെ കോടയുണ്ട്. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഒരു 6:30 ഇപ്പോൾ സമയം. ഈ ഒരു 6:30 മണിക്ക് ഞാൻ നമ്മുടെ വണ്ടൂർ ടൗണിനടുത്ത്, വണ്ടൂർ ടൗണിന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെ ഒരു ചെറിയൊരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് പോവാണ്. ഞാൻ സ്കൂൾ പഠിച്ച കാലത്തൊക്കെ ക്ലാസ്സൊക്കെ കട്ടാക്കിയിട്ട് പോയിരുന്ന സ്ഥലമാണ്. നല്ല മനോഹരമുള്ള സ്ഥലമാണ്. ശരിക്കും അവിടേക്ക് ഈ നേരത്തല്ല പോകേണ്ടത്, വൈകിട്ടാണ് പോകേണ്ടത്. വൈകിട്ട് പോകുമ്പോൾ എന്താ വെച്ചാൽ നല്ല കാറ്റായിരിക്കും. അതുപോലെ തന്നെ ഈ സ്ഥലം ഞാൻ എൻ്റെ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഇന്നലെയൊക്കെ നോക്കുമ്പോൾ ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കാറ്റാടിപ്പാറ എന്നൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അതിൽ വിൻഡ് മില്ലും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, അല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നല്ല മനോഹരമായുള്ളൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. ഈ നേരത്ത് പോകാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ നേരത്ത് ഇപ്പോൾ മഞ്ഞ് പെയ്യുന്ന ടൈമാണ്. അപ്പോൾ നല്ല കോട ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. പക്ഷേ ഞാൻ അതുമായിട്ട് അവിടെ കോട കണ്ടിട്ടുമില്ല. ഈ നേരത്തെ ഞാൻ അവിടേക്ക് പോയിട്ടുമില്ല. സ്കൂളിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ശേഷമാണ്. ആ നേരത്തേക്ക് നമ്മൾ പോവുക. പിന്നെ അതുപോലെ സ്കൂൾ വിട്ടിട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത്. വൈകിട്ട് എന്തായാലും കാറ്റുണ്ട്. വൈകിട്ട് ഞാൻ 1-2 പ്രാവശ്യം അവിടെ പോയതാണ്. ഇപ്പോൾ അടുത്ത് തന്നെ 1-2 പ്രാവശ്യം പോയതാണ് ഗൈസ്. അപ്പോൾ കാറായിട്ടൊക്കെ പോരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് കാറും ഓട്ടോറിക്ഷയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ വരെ വരാൻ വേണ്ടി കഴിയുള്ളൂ. ഇവിടെ വരെ നമുക്ക് ആ ഒരു വണ്ടിയായിട്ട് വരാൻ വേണ്ടി കഴിയുള്ളൂ. പിന്നെ ഇങ്ങോട്ടും കയറി പോവാം. ഇത് ഓഫ് റോഡ് തന്നെയാണ്. പക്ഷേങ്കിൽ കുറച്ചും കൂടിയും കല്ലൊക്കെ പൊന്തിയിട്ട് കുറച്ച് റിസ്ക്കാണ് പോകാൻ. അവിടെയൊക്കെ കുറച്ച് മേലെയൊക്കെ അടി തട്ടാൻ സാധ്യതയുണ്ട് കാറൊക്കെ ആകുമ്പോൾ. പിന്നെ ജീപ്പാണെങ്കിൽ നല്ല സുഖമാണ്, നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്നാൽ മേലേക്ക് പോയി നോക്കാം അല്ലേ. മേലെയാണ് നമ്മുടെ കളി. നമുക്ക് പോകേണ്ടത് ഇതിലൊക്കെ മേലെ ഏറ്റവും ടോപ്പിക്കാണ് പോകേണ്ടത്. അതിലിങ്ങനെ വഴിയൊന്നുമില്ല. ഒരു വഴിയുണ്ട്, പഴയൊരു വഴിയുണ്ട്, കോറിയുടെ വഴിയാണ്. അതായത് ഇത് കരിങ്കല്ല് വെട്ടിയിരുന്ന കോറിയാണ്. ആ കോറിയിലേക്കുള്ള വഴിയാണ്, പഴയ വഴിയാണ്. ആ വഴിയിലൂടെ നമ്മൾ പോകണം. പോയോക്കാം. ഇനി വണ്ടിയൊക്കെ ഇങ്ങനെ തെറിക്കും. പക്ഷേ എങ്കിൽ ഇപ്പോൾ വഴിയൊക്കെ ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു 2 മാസം മുന്നേ ഞാൻ വന്നിരുന്നു. അപ്പോൾ ഇത്ര അങ്ങോട്ട് സുഖമല്ല. കണ്ടാ ഇവിടെ തന്നെ ബൈക്ക് തന്നെ ഒരു സുഖം കിട്ടുന്നതൊക്കെ ആക്കിയിട്ട് തെറിക്കുവാണ്. ഇവിടെ കാറൊക്കെ അടി തട്ടും പറഞ്ഞത് കണ്ടാ, അങ്ങനെയുള്ള സ്ഥലമാണ്. മുന്നിക്ക് നോക്കുമ്പോൾ ഒരു ഫോറസ്റ്റ് വൈബ് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. ഈ നേരത്തെ ടാപ്പിങ്ങാരുണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. ഇവിടേക്കുള്ള വഴി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വണ്ടൂർ ടൗണിൽ നിന്ന് നേരെ VMC സ്കൂളിൻ്റെ അടുത്തേക്ക് വരിക, നേരെ ഫ്രണ്ടിലേക്ക് വരിക. മെയിൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന് എത്തിയങ്ങാന റോഡ് താഴത്തേക്ക്. ആ എത്തിയങ്ങാന റോഡ് ഇങ്ങനെ പോരുമ്പോൾ വീണ്ടും നമുക്കൊരു 3 കൂടി ജംഗ്ഷനെ വരിക. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് അങ്ങനെ പോയി നേരെ എത്തിയങ്ങാന സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്കില്ല. എത്തിയങ്ങാന സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ മതിലിന് ചായിട്ട്, എത്തിയങ്ങാന സ്കൂളിൻ്റെ മതിലിന് ചാരി അങ്ങനെ പോകുമ്പോൾ വീണ്ടും ഒരു 3 കൂടി ജംഗ്ഷൻ വരും. അവിടെ നിന്ന് റൈറ്റിലേക്ക് പോരുക. അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു കഴിഞ്ഞാൽ വണ്ടൂരിൻ്റെ ചെറിയൊരു വില്ലേജ് വൈബൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടൊരു റൈറ്റിലേക്ക് ഒരു ഓഫ് റോഡ് സ്റ്റാർട്ട് ആവുകയാണ്. ആ ഓഫ് റോഡ് അങ്ങനെ കയറി പോന്നാൽ നമുക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് വരാം. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കാറ് മേലേക്ക് എത്തിയില്ല കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ കയറി വരുന്ന വഴിയാണിത്. ഇതുപോലത്തെ വഴി തന്നെയാണ് ഞാൻ കാണിച്ചു തന്നതുപോലെ, ഇതുപോലത്തെ വഴി തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു 3 കൂടി ജംഗ്ഷനാണ് വരിക. താഴത്തേക്ക് പോകരുത്, താഴെ ഭാഗമാണ്, ആ ഒരു ഇറക്കമാണ്. ഇങ്ങോട്ട് ഈ കയറ്റമാണ്. ഇങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ വഴി ഇങ്ങോട്ടാണ്. ഈ 2 സൈഡ് നല്ല റബ്ബറാണ്. ഇവിടെ ഒരു കോഴി ഫാം ഉണ്ട്, ഈ സൈഡിലും റബ്ബറാണ്. ഈ കോഴി ഫാമിന് ചാരിയിട്ടുള്ള ഈ റോഡിനാണ് നമ്മൾ പോകേണ്ടത്.
ഇതിലെങ്ങനെ പോകുമ്പോഴത്തേനുണ്ടോ നല്ലൊരു ഫോറസ്റ്റ് വൈബ് നമുക്ക് ഫീൽ ആവുന്നുണ്ടല്ലേ. പിന്നെ എല്ലാ കിളികളുടെ ശബ്ദവും അണ്ണാനും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സംഭവം എന്തായാലും നമുക്ക് കോട മിസ്സാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിക്കോടെ നിൽക്കാനുള്ള കോടയൊന്നും ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ ഈ ഒരു തണുപ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് ഒന്ന് ഇറങ്ങിയതാണ് കോട കാണാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ വെളിച്ചം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കോടയൊക്കെ അങ്ങനെ പോയിണ്ടാവും. എന്തായാലും പോയി നോക്കാം. മേലേക്ക് ഇനിയും കുറച്ച് ദൂരം നമുക്ക് നടക്കാണ്ട് കേട്ടോ. ഏകദേശം ഇവിടുന്ന് ഒരു 200 മീറ്റർ 300 മീറ്ററൊക്കെ നടക്കാനുണ്ടാവും. ഇതാണ്ടോ ജീപ്പായിട്ടൊക്കെ പോരണമെങ്കിൽ ഈ ഓഫ് റോഡും കാര്യമൊക്കെ എടുത്തിട്ട് പോകാൻ നമുക്ക് കഴിയും. നല്ല രസമായിരിക്കും ട്രക്കിങ്ങൊക്കെ. പിന്നെ ഇതിലെ നടന്നു വരുന്ന ആളുകൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ പന്നികളുണ്ട്. പന്നികളുടെ ശല്യം നന്നായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടേക്കൊക്കെ വരുമ്പോൾ ഒറ്റയ്ക്ക് വരാതിരിക്കുക. ഞാൻ പിന്നെ നമ്മൾ പണ്ട് വന്നിരുന്ന സ്ഥലമാണ്, സ്ഥലത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഈ നേരത്ത് ആയതുകൊണ്ട് വേറെ ആളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. കുറച്ച് നടന്നപ്പോഴേക്ക് തന്നെ കിതക്കുന്നുണ്ട്. ഓ മേലേക്ക് കാണാൻ നല്ല രസമായില്ലേ. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ പോന്നിട്ടുള്ള വഴിയാണത്. കയറി നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യണ എല്ലാ വീഡിയോ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒരു ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതൊക്കെയുണ്ട്. നമ്മൾ രാവിലെ ഒന്നും ഒരു എക്സസൈസും കാര്യമൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നിറങ്ങുന്ന ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിൽ പഠിച്ച കാലത്ത് പോലും ഈ നേരത്തൊന്നും എണീറ്റ് ഞാനിങ്ങനെ നടന്നിട്ടില്ല. ആ പറഞ്ഞ പോലെ ടാപ്പിങ്ങാരുണ്ട്, വേറെ ആരും ഉണ്ടാവില്ല ഈ ഒരു നേരത്ത് എന്ന് പറയും. അതാണ് ഈ നേരത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ വണ്ടികൾ പോക്കില്ല കേട്ടോ. ഏട്ടാ ഇതിൽ ജീപ്പൊക്കെ പോക്കുണ്ടോ? ആ കൊണ്ടുപോയാലേ പെർമിഷൻ അല്ലല്ലേ? ആ കോറിക്കാർ റോഡ് തന്നെയാണുള്ളത്. ആ ഓക്കെ. അവിടെ ടാപ്പിങ് ആണ് ഏട്ടനുണ്ട്. ഏട്ടൻ പറയണത് എന്താ വെച്ചാൽ ഇവിടേക്ക് ജീപ്പൊക്കെ കൊണ്ടുവരുന്നത് നിയന്ത്രണമുണ്ട്. കോറിയുടെ ഓണറുടെ ഏരിയ തന്നെയാണിതും. ഇത് അവരുടെ സ്ഥലമാണ്. അപ്പോൾ ഇവിടേക്ക് ജീപ്പൊന്നും ഒരു കയറ്റുന്നില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ നമുക്കിങ്ങനെ വന്നിട്ട് പോകുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല, നിയന്ത്രണമൊന്നുമില്ല. അല്ല എങ്കിൽ നിയന്ത്രണമുണ്ട്. ശ്രദ്ധിക്കണം. അവർ വന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. നമ്മൾ സ്ഥലം കാണാൻ വന്നവർ സ്ഥലം കണ്ടു പോവുക. ഇത് നേരെ കോറിക്കുള്ള പഴയ വഴിയാണിത്. നമ്മൾ പോകേണ്ടതില്ല. അതുകൊണ്ട ഇതിലൊക്കെ ആരോ ബൈക്കൊക്കെ കയറ്റിയിട്ട്, ഒരു ബൈക്കല്ല ഇതിലെ ജീപ്പ് തന്നെ കയറ്റിയിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ഈ കാണുന്ന കുറ്റികളുണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് പോകാതിരിക്കുക. അവിടെ നിന്ന് ഇങ്ങനെ നേരെ സ്ഥലമൊന്നും മനസ്സിലാക്കി വെക്കുക. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഈ ഒരു വഴിയിലൂടെ പോകുന്നു. താഴത്തുനിന്ന് ഇവിടെ വരെ നമുക്ക് വേറൊരു വഴി റൈറ്റിക്ക് പോകണില്ല. റൈറ്റിക്ക് പോകണ ഫസ്റ്റ് വഴിയാണത്. ഈ വഴിയിലൂടെ കയറുക. ഇതിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രോപ്പറായിട്ടുള്ള വഴി കാര്യമൊന്നുമില്ല. വീണ്ടും ഇതേപോലത്തെ വഴിയാണ്. ഇതിനേക്കാൾ വഴി ഒന്നുകൂടി ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് പന്നികളുടെയാണ്. പന്നിയുടെ കാൽപാദമാണ് ആ കാണുന്നത്. പന്നികളുണ്ട് ഇതിൽ. നന്നായിട്ട് ശ്രദ്ധിക്കണം വരുന്നവർ. ഓ ഇപ്പോൾ ഒരു പറമ്പ് കയറിയ ഫീല്. കൊള്ളാല്ലേ. ഇന്നൊന്നും എവിടെ ഒഴിഞ്ഞ പറമ്പുകളില്ല. പണ്ടൊക്കെ എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു പറമ്പുണ്ടായിരുന്നു ഒഴിഞ്ഞത്. അതിലേക്ക് ഇഷ്ടംപോലെ ഐറ്റംസ് ഇതുപോലത്തെ ചെറിയ ചെറിയ പുല്ലുകളും കാടുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ഈ അപ്പൻ്റെ ഈ പൂവ് ഇത് ഞങ്ങളിങ്ങനെ പൊട്ടിക്കും. കാണിച്ചാൽ ഇതിങ്ങനെ പൊട്ടിക്കും. എന്നിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളയാണല്ലോ. വെള്ളയാണ് കിട്ടുന്നതെങ്കിൽ നമുക്കുണ്ടാവുന്ന കുഞ്ഞ് വെളുത്ത കുഞ്ഞ്.
ഇതുപോലത്തെ ഉണ്ടാവും മൂത്തത് കുറച്ച്, അതിങ്ങനെ പൊട്ടിച്ചിട്ട് അതാ കിട്ടണമെങ്കിൽ നമുക്കുണ്ടാവണ കറുത്ത കുഞ്ഞ്. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കളികളുണ്ടായിരുന്നു ചെറുപ്പത്തിൽ കുട്ടികളായിരുന്നു അന്ന്. കോട ഉണ്ട് കേട്ടോ, കണ്ടാ അതിലൊക്കെ കോടയുണ്ട്. വണ്ടൂർ ടൗണാണ് ആ കാണുന്നത്, അതിലൊക്കെ കോടയുണ്ട്. മേലേക്ക് പോയേക്കാം, നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ ഈ സാധനം കണ്ട, ഇതൊക്കെ മേലിൽ പറ്റി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്, മേലിൽ പറ്റി പിടിക്കും. ഇതിനെക്കുറിച്ച് വേറൊരു കഥയും കൂടിയുണ്ട്. ഇത് മേലിലായി കഴിഞ്ഞാൽ മേലിൽ കൊണ്ട് നടക്കരുത്, ഉറക്കം വരും. നമുക്ക് ഉറക്കം വരുമെന്നാണ് പറയാം. ഈ സാധനം വേണ്ട ചാടിപ്പോയി, ഇതാണ് ചെടി. ഈ സാധനം നമ്മളുടെ മേലിലായി കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സിലേക്ക് അത് കുടുങ്ങി നിൽക്കും. ഇപ്പം ഇങ്ങനെ കുടുങ്ങി നിൽക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരുമെന്ന് പറയാം. ഓരോരോ കാര്യങ്ങളെ. അതുപോലെ തന്നെ പിന്നെ ഈ സാധനം ഇതുണ്ട, ഇതൊക്കെ പറമ്പിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന സംഭവങ്ങളാണിപ്പോൾ. ഇതുകൊണ്ടൊരു വിസിലുണ്ടാക്കാം, ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് നമുക്കൊരു വിസിലുണ്ടാക്കി വിളിക്കാം. ആ ഒരു സാധനം ഞാൻ ഇങ്ങനെ അതൊക്കെ പിച്ച് ചീഞ്ഞിട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാമ്പ് മാത്രം എടുത്തിട്ട് കേൾക്കാം. അങ്ങനത്തെ ഒരുപാട് കളികളുണ്ട്. പഴയ ഓർമ്മകൾ ഈ ഒരു പറമ്പിലൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുവാണ്. അതിനൊരു നൊസ്റ്റാൾജിയ ഫീൽ. വാവ്. പിന്നെ ഈ പൂവിൻ്റെ ഈ ഇല ഉണ്ടല്ലോ, ഈ ഇല അന്ന് ഞങ്ങൾ കഴിച്ചിരുന്നു. ഇതൊരു പുളിയില എന്നാണ് ഞങ്ങൾ പറയുക. ഈ ഒരു പുളിയില ഞങ്ങളന്ന് കഴിച്ചിരുന്നു കുട്ടികളായിരുന്ന ടൈമിലൊക്കെ. അത് കഴിക്കാം, നല്ല പുളിയില ഇലയാണ്. പിന്നെ ആകുമ്പോൾ ഒരു വെണ്ട ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലൊക്കെ പച്ചക്കറിയിലൊക്കെ യൂസ് ചെയ്യണ വെണ്ട, ആ ഒരു വെണ്ടയുടെ രൂപത്തിലുള്ള ഒരു കായാണ് ആകുമ്പോൾ ഉണ്ടാകുക, ഒരു വെണ്ട പോലെ തന്നെ. അത് കഴിക്കാറില്ല, അത് കഴിക്കലുണ്ടാവുക. അങ്ങനെ നമ്മൾ കുറച്ച് മേലേക്ക് എത്തിയിട്ടാണ്ടാ, കുറച്ച് മേലേക്ക് എത്തി. ഒക്കെ ഒരു ഫോറസ്റ്റ് വൈബ് ഏരിയയാണ്, നല്ല ശാന്തമായ സ്ഥലം. ഇവിടേക്ക് വരേണ്ട ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഫസ്റ്റ് പറഞ്ഞില്ലേ, ഈവനിങ് ആണ് വരേണ്ടത്. ഈവനിങ് വണ്ടൂർക്കാർക്കൊരു സായാഹ്നം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണത്. ഇപ്പം നിയന്ത്രണമൊന്നുമില്ല, ഇതിൻ്റെ ഓണർമാർ നിയന്ത്രണം വരുത്തുമ്പോഴേക്ക് വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പോയിക്കോളൂ, അല്ലാതെ എന്താ പറയുക. പിന്നെ നിയന്ത്രണം ഉണ്ടായിട്ട് പിന്നെ നമുക്ക് വരാൻ കൊണ്ട് പറ്റില്ല. കണ്ടാ ഒരു പാറയാണ്. നല്ലൊരു ന്യൂ ഇയർ പാർട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. പിന്നെ ഇവിടെ വെള്ളട്ടിയൊന്നുമില്ല, അങ്ങനത്തെ അലമ്പൊന്നും ഇവിടെ കാണാനില്ല. കുപ്പി പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒന്നും, പ്ലാസ്റ്റിക് കുപ്പി ഉണ്ട്, പക്ഷേ ലിക്വിഡ് ബോട്ടിലൊന്നും കാണാനില്ല. മേലേക്ക് എത്തിയിട്ടാ. പിന്നെ നല്ല കിളികളുടെ ശബ്ദമാണ്. രാവിലെ എണീറ്റിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. എൻ്റെ വീടിനടുത്ത് കിളികളുടെ ശബ്ദമൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. കാക്കയുടെ ഉണ്ടാവും, കാക്കാറാണ്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഉണ്ടാ അപ്പോൾ ആ കാണുന്നതൊക്കെ കോടയാണ്. അതിലൊക്കെ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, അത് കോടയാണ്. പിന്നെ ആ കാണുന്ന വീടുകളാണ്, അത് വീടാണ്. അങ്ങനെ അതൊക്കെ വീടുകളാണ് കാണുന്നത്. അതൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ്. പിന്നെ അതിലൊക്കെ കോടയുണ്ട് കേട്ടോ. ആ സൈഡൊക്കെ മലകളാണ്. പിന്നെ നമ്മൾ നിൽക്കുന്നതായിട്ട് ഹൈറ്റിലുള്ള മലകളുണ്ട് അവിടെയൊക്കെ, ആ ഒരു ഭാഗത്തു കൂടെയൊക്കെ. അതൊക്കെ വമ്പം മലകളാണ്, നല്ല രസമാണ്. വൈകിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് നല്ല കാറ്റ് വരും, ഈ സൈഡിൽ നിന്ന് നല്ല കാറ്റ് വരും. നല്ല കാറ്റിൽ നമുക്ക് ഇവിടെ ഒരുപാട് നേരം ഒരു പാറയാണ്, ഒരു പാറയിൽ അങ്ങനെ ഇരിക്കാം, യാതൊരു പ്രശ്നവുമില്ല. എന്താ പക്ഷേങ്കിൽ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ നിന്ന് കാൽ തെന്നിയൊക്കെ പോയി കഴിഞ്ഞാൽ അടിയിലേക്ക് എത്തും, താഴത്തേക്ക് എത്തും. അപ്പോൾ നമുക്ക് വല്ലാത്ത അപകടങ്ങളൊക്കെ സംഭവിക്കും. അതൊക്കെ ശ്രദ്ധിക്കണം വരുന്നവർ. ഇവിടെ കണ്ട ഇരുന്ന് വഴുക്കലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള വലിയ സാഹസികത ഒന്നും ആരും ചെയ്യാതിരിക്കുക. പിന്നെ അതിൻ്റെ ആ ഭാഗത്തേക്കൊന്നും അറ്റത്തേക്കൊന്നും ആരും പോകരുത്. ആ ഭാഗത്തൊക്കെ അങ്ങോട്ട് വലിയൊരു കുഴി തന്നെയാണ്, ഒരു കുണ്ടാണ്, നല്ല താഴ്ചയുണ്ട്. ഇപ്പോൾ ആ ഭാഗത്ത് കോറിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോറി അതായത് പാറ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലേക്കൊന്നും നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ബ്ലാസ്റ്റിംഗ് ടൈമൊക്കെ ആണെങ്കിൽ റിസ്ക് ആണ്. നമ്മൾ വ്യൂ കാണാൻ വന്ന വ്യൂ കാണാം. അതിവിടെ ഇരിക്കുക, കുറച്ച് നേരം കാണാണ്ട, കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുക, എന്നിട്ട് മനോഹരമായിട്ട് ആ വ്യൂവിലേക്ക് അങ്ങനെ നോക്കുക. ഇതാണ് നല്ല കാറ്റായിരിക്കും വൈകുന്നേരം ടൈമിൽ.
ആ കാറ്റും ആസ്വദിച്ചിരിക്കുക, എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് വരിക, എന്നിട്ട് അതും കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഇനി നമുക്ക് കോറി ഒന്ന് കണ്ടോക്കാം. കോറി ഉണ്ടോ? അതാണ് കോറി. ലോറികളൊക്കെ നിൽക്കുന്നുണ്ട് അവിടെ. പിന്നെ എവിടെ ബ്ലാസ്റ്റിങ് നടക്കുന്നതല്ല, ബ്ലാസ്റ്റിങ് ഏരിയ അവിടെ എവിടെയോ ആണ്. ഇവിടെ ഉണ്ട് ബ്ലാസ്റ്റിങ് നടക്കുന്നത്. ഇതിൽ ലോറികൾ പോകുന്നുണ്ട്. പിന്നെ കോറിയാണ് നമ്മളുടെ ഒരു അടയാളം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കണ്ടെങ്കിൽ ഒരു വേലി കെട്ടിയിട്ട്, ഇതൊക്കെ ഇപ്പോൾ അവർ പുതുതായിട്ട് ചെയ്തതാട്ടോ ഈ വേലിയൊക്കെ. ആ വേലി കെട്ടിയിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് സ്ഥലം ഇനി രണ്ടായിട്ട് പിരിച്ചെന്തോ അറിയില്ല, അല്ലാന്നാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളിലേക്കൊന്നും ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകരുത്. അങ്ങോട്ട് പോയാണ്ടൊന്നും അവിടെ ഒന്നും കാണാനില്ല. അവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോറിയാണ് കാണാനുള്ളത്. പക്ഷേ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ അത് ഇതിലല്ല പോവുക, അതിന് വേറെ വഴിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് വീഡിയോ കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വണ്ടൂർക്കാർക്ക് ഒരു സ്ഥലമല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. വണ്ടൂർക്കാർക്കുണ്ട് സ്ഥലം, നമ്മൾ വരാത്തതുകൊണ്ടാണ്. പിന്നെ വരുന്ന വഴി അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ കാട്ടുപന്നികളുടെ ശല്യമുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. പക്ഷേങ്കിൽ എല്ലാം ഒഴിവാക്കി കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ മനോഹരമാണ്, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. എനിക്കൊരുപാട് ഇഷ്ടമായി, നല്ല സ്ഥലമാണ്. ഇനി ഇപ്പം അടുത്തൊന്നും നമുക്ക് വലിയൊരു യാത്ര പോകാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി നമ്മളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ഗൂഗിൾ മാപ്പിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് നാട്ടുകാർ. അതായത് ആ നാട്ടിലെ ആളുകൾ ഗൂഗിൾ മാപ്പിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതുപോലത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് ദിവസം ഞാൻ മാറ്റി വെക്കുന്നത്. എല്ലാവരും പറയും ആദ്യം പോയിട്ട് എൻ്റെ പഞ്ചായത്ത് കാണുക അല്ലെങ്കിൽ എൻ്റെ വാർഡ് കാണുന്നതൊക്കെ എന്നതുപോലെ നമ്മൾ ആദ്യം കാണേണ്ടത് നമ്മുടെ നാട് തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ, ചെറിയ സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഗൂഗിൾ മാപ്പിൽ ഇവിടെ നോക്കുമ്പോൾ വിൻഡ് മില്ലുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് വിൻഡ് മില്ല് കാണണ്ട, എവിടെയെങ്കിലും വിൻഡ് മില്ല് കാണണ്ട. വിൻഡ് മില്ലിലെ കാറ്റൊന്നും ഇവിടെ ഇല്ല, വിൻഡ് മില്ല് ഇവിടെ ഉണ്ടാവുകയല്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണോ എന്നുള്ളതും കൂടി ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് നമ്മൾ തൊട്ടടുത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അത് നല്ല നല്ല സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ഇനി വരുന്ന വീഡിയോകൾ അങ്ങനത്തെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടത്തെ പോലെ തന്നെ ഇതിന് തൊട്ടപ്പുറത്തൊക്കെ 1-2 സ്ഥലങ്ങൾ നാട്ടുകാരായിട്ടുണ്ട്, വവ്വാൽ ഗുഹ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ മുമ്പ് പോയിരുന്നു. ഒരു കൊക്ക എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പിലേന് കൊടുത്തിട്ട് ഞാൻ പഴയൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. അവിടത്തെക്കാട്ടിലും മനോഹരമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെയാണ് എനിക്കൊന്നുകൂടിയും ഇഷ്ടമായത്. അവിടെ കുറച്ചും കൂടി അപകടം കൂടുതലാണ് ആ ഒരു സ്ഥലം. പിന്നെ വഴി ഇത്രയും കൂടിയും പ്രോപ്പറായിട്ട് വഴി അങ്ങോട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ടേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ കോറി ബേസ് ചെയ്ത് അങ്ങനെ വന്നിട്ട് അതിലങ്ങനെ കയറി നടന്ന് ഒരുപാട് ദൂരം നടക്കാണ്ട്, ഇല്ലയെന്നാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ അങ്ങനെ അറ്റത്ത് കൂടെ കയറി പോരണം. അവിടേക്ക് വഴി കറക്റ്റില്ല. ഇത്രയും നല്ലൊരു വഴി അങ്ങോട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമുക്കിതിലെങ്ങനെ ചാരി പിടിച്ച് പോകേണ്ടവർക്ക് പോകാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അപകടമാണ്, ശ്രദ്ധിക്കണം. കാരണം ഇത് ഈ കോറിൻ്റെ വക്കിനാണ് ഈ ഒരു വഴി പോകുന്നത്. നമ്മളിങ്ങനെ കോറി ഈ സൈഡിലേക്ക് കോറി നല്ല താഴ്ചയാണ്, താഴ്ചയുടെ ഈ ഒരു വക്ക് ഈ സൈഡിനാണ് അരു പിടിച്ചാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും പോകുന്നവർ. ആ സ്ഥലം ഞാൻ പോയതാണ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ വരാൻ സാധ്യത കുറവാണ്. ഇനി നിങ്ങളുടെയൊക്കെ കമൻറ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. ഇനി ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നത് എവിടേക്കാണെന്നുള്ളത് നമുക്ക് നോക്കണം. അടുത്തൊരു പ്ലേസ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അതനുസരിച്ചാണ് ഇനി നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള കോട ഉണ്ടായില്ല. കാരണം അപ്പോഴേക്ക് ഈ സൂര്യനെത്തി കോടയൊക്കെ പോയി. ഇത് നീലഗിരിയല്ല, ഇവിടെ കോട എങ്ങനെ നിൽക്കാൻ, അത് രാവിലെ വരണം. ഒരു 6:30 ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോട കാണാൻ പറ്റിയിരുന്നു. വൈകിട്ട് വരികയാണെങ്കിൽ നല്ല കാറ്റാണ്, പറഞ്ഞാൽ നല്ല കാറ്റാണ്. അതാണ് ഇതിന് പേര് കാറ്റാടിപ്പാറ എന്ന് ഈ നാട്ടുകാരിട്ടതെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഇതുപോലത്തെ പറമ്പുകളിലും തോടിൻ്റെ വക്കിനൊക്കെ ഉണ്ടാവലുണ്ട് ഈ സാധനം. ഇത് ഉണങ്ങിയുണ്ട് കേട്ടോ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഈ സാധനം പൊട്ടിച്ചെടുക്കണം, എന്നിട്ട് പൊട്ടിക്കാനും കഴിയുന്നത്.
ഈ സാധനം ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇതൊരു പീസാണ്. ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് നമ്മളുടെ ഷർട്ടിൻ്റെ ഇവിടെ വയ്ക്കുക. പക്ഷെ ഇത് ഉണങ്ങിയുണ്ട്. പച്ചയാണോ വേണ്ടിയിരുന്നത്? പച്ചയല്ല, എല്ലാം ഉണങ്ങി. ഇവിടെ വയ്ക്കുക. ഇനി നമുക്ക് ഇതിവിടെ കിടക്കട്ടെ. നമുക്ക് താഴത്ത് വേറെ സംഭവം കൂടി കാണാനുണ്ട്. അതായത് ഞാൻ വണ്ടി നിർത്തിയില്ലേ, അതിൻ്റെ അടുത്തായിട്ട് വേറെ സംഭവം കൂടി കാണാനുണ്ട്. ആ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പം മറ്റേ ചാടി കേട്ടോ, അത് കഴിയുമ്പോൾ ചാടിയുണ്ട്. അത് പച്ചയാവണം. പച്ചയാണെങ്കിൽ എന്താ വെച്ചാൽ അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് കയറിയിട്ട് ഇവിടേക്ക് എത്തും. അത് നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ വലിഞ്ഞ് ഇവിടേക്കൊക്കെ എത്തും. ചെറുപ്പത്തിൽ അതൊക്കെ നല്ലൊരു കളിയായിരുന്നു. കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ ഈ ഒരു പറമ്പിക്ക് വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പാറേൻ്റെ മേലേക്ക് എത്തിയിട്ട് ഈ ഒരു വ്യൂ പോയിൻറ്റിക്ക് വന്നിട്ട് ഒരുപാട് ഓർമ്മകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത്, നമ്മളുടെ താഴത്ത് ഞാൻ വണ്ടി നിർത്തി കൊടുത്ത് വേറെ സംഭവം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് പോവാം. അത് ഞാൻ ഇനി നേരെ ഇറങ്ങുവാണ്, താഴത്തേക്ക് ഇറങ്ങുവാണ്. നമ്മൾ വന്ന വഴിയിൽ തന്നെ ഇറങ്ങുവാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:30 ഞാൻ വീട്ടിൽ നിന്ന് വരുന്നത് 6:30 ഇറങ്ങുന്നത്. എനിക്ക് അവിടുന്ന് 10 മിനിറ്റ് റണ്ണിങ് ഉള്ളൂ. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. നല്ല രസമായിരുന്നു അവിടെ. കാരണം നമ്മൾ അത്ര അടുത്തുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിട്ട് വണ്ടൂർക്കാർക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നല്ലൊരു പ്ലേസ് കുറച്ച് നേരം പോയി ഇരിക്കാനുള്ള സ്ഥലം ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇനി ആരും തർക്കിക്കരുത്. അതിന് സ്ഥലമുണ്ട്. പക്ഷേങ്കിൽ ഇവിടേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സ്ഥലം ഇല്ലാതായിപ്പോവും. നമുക്ക് താഴത്തേക്ക് വെക്കാം. ഞാൻ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മളങ്ങനെ ഇറങ്ങും. സൂര്യൻ ഒഴിച്ച് ആ ഭാഗത്തൊക്കെ നല്ല വെളിച്ചം വന്ന് നല്ല രസമായി കാണാം. ഈ ഭാഗത്ത് വെളിച്ചമല്ല, അവിടേക്കൊക്കെ മേലേക്കൊക്കെ വെളിച്ചം വന്നു. അങ്ങനെ ഞാൻ മേലെ പോയിട്ട് താഴത്തേക്ക് എത്തിയിട്ട് നമ്മുടെ വണ്ടി ഉണ്ട് ഇവിടെ. ഇനി ഞാൻ ഇവിടെ താഴത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്, അത് കാണണമെങ്കിൽ നമ്മൾ ആദ്യം ഈ റബ്ബറിലേക്ക് കയറണം. ഈ റബ്ബറിലേക്ക് കയറിയാലേ അത് കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഇതിലെ തന്നെ അങ്ങോട്ട് കയറാമെന്ന് കരുതിയാണ്. ചുറ്റി വളഞ്ഞൊന്നും പോകണില്ല. അതിലാണോ ഇതിലാണോ എന്താ വെച്ചാൽ സ്കൂൾ പഠിച്ച കാലത്ത് ഇതിൽ നടന്നൊരു ഓർമ്മയിലാണ് ഞാനിപ്പോൾ ഇനി പോകുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. റബ്ബറിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വഴിയിലേക്കാണ് എത്തേണ്ടത്. പക്ഷേ ഇതിലിങ്ങനെ പ്രോപ്പറായിട്ടൊരു വഴി ഉണ്ടല്ലോ, നമുക്കതിൽ പോയാലോ. പ്രോപ്പറായിട്ടുള്ള വഴി തന്നെ പോവാം. ആളുകൾ കൂടുതൽ നടന്നിട്ടുള്ള വഴിയാണ്. അതിലൊക്കെ കയറുവാണെങ്കിൽ അങ്ങനെ കയറി പോകണ്ട. ആ വഴി കാണാമല്ലേ, ശരിക്കും വഴി കാണാം. അതിൽ തന്നെ പോകാം. അതായത് അങ്ങനെയാണെങ്കിൽ റബ്ബറിൽ കൂടെ കയറേണ്ട ആവശ്യമില്ല. നമ്മളവിടെ വണ്ടി അവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഈ താഴത്തേക്ക് വരുന്ന വഴി ഈ വഴിയിലൂടെ വന്നാൽ മതി. ഈ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ബൈക്ക് നിർത്തിയത് അവിടെ ആയിരുന്നു. നമ്മൾ ഈ റബ്ബറിക്ക് കയറേണ്ട ആവശ്യമില്ല. ബൈക്ക് നിർത്തിയത് അവിടെ ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഇതിൽ തന്നെ പോന്നാൽ മതി. ശരിക്കും വണ്ടി എടുത്ത് തന്നെ വരാം നമുക്ക് ബൈക്കാണെങ്കിൽ. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തൊട്ടടുത്ത് താഴെയൊക്കെ വീടുകളുണ്ട്. ഞാൻ കാണിച്ചു തന്നില്ലേ. ഇനി നമുക്ക് പോകാനുള്ള വഴി ഇതിലെയാണ്. ഇതിലേ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക എന്താണ് ഇവിടെ നല്ല മനോഹരമായൊരു സ്ഥലമാണ് ആയിരുന്നു. ഇതിലൊക്കെ നടക്കുമ്പോണ്ടല്ലോ, അന്ന് ആ ഒരു 10ാം ക്ലാസ് ടൈമിൽ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്ന ഒരു ടൈമായിരുന്നു. അതായത് നാട് കാണാനൊക്കെ വീട്ടിൽ നിന്ന് ചെറിയ രീതിയിലൊക്കെ പെർമിഷൻ കിട്ടി തുടങ്ങിയിട്ടുള്ള പ്രായം. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിലൊക്കെ നടന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ. ഇപ്പോൾ നടക്കാറില്ല. ഇതൊക്കെ വണ്ടിയായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ലേ, പഴയ പോലെ ഒന്നുമില്ലേ ദാസാ? പറ്റിക്കപ്പെട്ടോ? ഇല്ല കേട്ടോ, ഇവിടെ ഉണ്ട് സംഭവം. ഇതൊരു കോറിയാണ്, പഴയ ഒരു കോറിയാണ്. ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇത് ചെയ്യുന്നത്. അതായത് നമുക്കിതിൽ വേണമെങ്കിൽ കുളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കോറിയാണ് കേട്ടത്. എന്താ വരുന്നവർക്ക് ഇതും കൂടി ഒന്ന് കണ്ട് ആസ്വദിച്ച് പോകാം. അതുപോലെ തന്നെ ഒരു കുളിയൊക്കെ വേണമെങ്കിൽ പാസ്സാക്കാം. പക്ഷെ കുളിയൊക്കെ പാസ്സാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് കാണുമ്പോൾ ചെറുതാണ് അല്ലേ, ഇത്രയേ ഉള്ളൂ, വളരെ ചെറുതാണ്. വെള്ളം താന്നത് ഇപ്പോൾ കുറച്ചേ താന്നുള്ളൂ. അവിടെ ആ പാറയുടെ അടയാളങ്ങൾ കാണാൻ വേണ്ടി കഴിയില്ല. അവിടെ ഉണ്ടോ, കുറച്ചേ താന്നുള്ളൂ. അന്ന് സ്കൂൾ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട് അതിൻ്റെ മേലെ നിന്ന് ചാടിയിട്ട് ഇതിൻ്റെ താഴത്തേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതായത് കാല് തട്ടിയില്ല. അവനൊക്കെ നല്ല രീതിയിൽ നീന്തുന്ന ആളാണ്, അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയൊക്കെ ചാടുന്ന ടൈമിൽ ഞങ്ങളെല്ലാവരും അതിന് വേണ്ടി സെറ്റപ്പായിട്ട് നിൽക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും നീന്താൻ അറിയാം. നീന്താൻ അറിയാത്ത ആളുകളൊക്കെ
വരുവാണെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും പേടിക്കേണ്ട സംഭവം തന്നെയാണ്. ഇത് ഈ കാണുന്ന പോലെ ഒന്നും ആവില്ല. ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കാലിന് കോറലുണ്ടാവാം, വിറയലുണ്ടാവാം, നമുക്ക് തന്നെ ശരീരത്തിന് വല്ല മസിൽ പിടുത്തം എന്തെങ്കിലും ഉണ്ടാവാം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും. ഇതാണ് കോറിയുടെ ചുറ്റുഭാഗം. അതിൻ്റെ മേലിൽ നിന്ന് ചാടുന്ന കാര്യമൊക്കെ പറഞ്ഞത് ഭയങ്കര സംഭവം തന്നെ ആയിരുന്നു. ആ ഒരു ഹൈറ്റിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ഇതിലേക്ക് ചാടും. അതുപോലെ തന്നെ ഈ ഹൈറ്റിൽ നിന്ന് വരെ അവർ ഓടി വന്നിട്ട് ഇവിടേക്ക് ചാടിയിട്ടുണ്ട്. എന്താ പറയുക, ഒക്കെ ഓർമ്മയായി. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ വർഷമായി. ഇപ്പോഴും അതൊന്നും മനസ്സിൽ നിന്ന് പോകണം. അതുപോലെ തന്നെ ഞങ്ങളുടെ 10ാം ക്ലാസ്സിൽ ഞങ്ങൾ സെൻഡ് ഓഫ് കഴിഞ്ഞിട്ട് നേരെ വന്നിരുന്നൊരു സ്ഥലം കൂടിയാണത്. ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളുടെ ക്ലാസ്സിലതും മറ്റുള്ള ക്ലാസ്സിലുള്ള ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരുന്നൊരു സ്ഥലം കൂടിയായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. എന്താ ചെയ്യുക. എന്തായാലും ഈ സ്ഥലവും നിങ്ങൾക്ക് വരുന്ന കൂട്ടത്തിലെടുക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇവിടെ കുളിക്കുമ്പോഴൊക്കെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. അങ്ങനെയെങ്കിൽ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോകളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗൂഗിൾ മാപ്പിലിട്ടിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നല്ല സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പോവാം. അപ്പോൾ അങ്ങനത്തെ വീഡിയോകളാവും ഇനി വരിക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടോളി. ഓക്കെ, ബൈ.